പശ്ചിമേഷ്യൻ സംഘർഷം പരിഹരിക്കാനുള്ള രണ്ടാം വട്ട ചർച്ചകൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം വട്ട ചർച്ചകൾ ഉടൻ നടക്കുമോ എന്നുള്ള ഒരു കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഈ ഒരു സമയത്ത് നമുക്ക് നൽകാനുള്ള അപ്ഡേറ്റ്. നേരത്തെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് വ്യാഴാഴ്ച ഇസ്ലാമാബാദിൽ രണ്ടാം വട്ട ചർച്ചകൾ ഇറാനും അമേരിക്കയും തമ്മിൽ പുനരാരംഭിക്കേണ്ടതായിരുന്നു. ഇതുവരെ അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടില്ല. ചർച്ചകൾക്കായിട്ടുള്ള വലിയ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വൈറ്റ് ഹൗസ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉടൻ നടക്കും എന്നുള്ള പ്രതീക്ഷ വീണ്ടും പങ്കുവച്ചിരിക്കുന്നു. വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി കരോലിന ലെവിറ്റാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള രണ്ടാം വട്ട ചർച്ചകൾ ഉടൻ നടക്കും, ഇസ്ലാമാബാദിൽ വെച്ച് തന്നെ അത്തരം ചർച്ചകൾ നടക്കും എന്നുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് വീണ്ടും പറയുന്നത്. എന്നാൽ ഇറാൻ പറയുന്നത് പീസ്ഫുൾ നെഗോഷിയേഷൻസിന് തങ്ങൾ തയ്യാറാണ്, പക്ഷെ അമേരിക്ക തീരുമാനിക്കുന്നത് പോലുള്ള വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് ഏകപക്ഷീയമായ ഒരു ഡിസ്കഷനും തങ്ങൾ ഒരുക്കമല്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് തങ്ങളുടെ മുൻ നിലപാടെന്നും അബ്ബാസ് അറാഖ്ചി, ഇറാന്റെ വിദേശകാര്യമന്ത്രി, വ്യക്തമാക്കുന്നത് നമുക്കിന്ന് കാണാൻ കഴിയും. ഇതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ട്രൂത്തിൽ കുറിച്ചിരിക്കുന്നത് ഇസ്രയേലും ലബനോനും തമ്മിലുള്ള ചർച്ചകൾക്ക് വേദി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 34 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലബനോനും ഇസ്രയേലും ആ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പരസ്പരം സംസാരിക്കുന്നത്. അതിന് അമേരിക്ക വേദിയാകുന്നു. അമേരിക്കയുടെ ഫോറിൻ സെക്രട്ടറി അടക്കമുള്ളവരാണ് അതിന് മധ്യസ്ഥം വഹിക്കുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഒരു സമാധാന ചർച്ചകൾ ആരംഭിക്കുന്നു എന്നാണ്. ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ലബനോനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രയേൽ നടത്തുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനിടയിലാണ് ഒരു സമാധാനത്തിന്റെ വാതിൽ, ചർച്ചയുടെ വാതിൽ അമേരിക്ക തുറന്നിരിക്കുന്നതെന്ന് US പ്രസിഡന്റ് പറയുന്നത്. ലബനോൻ ഒരു വ്യക്തതയുമില്ല ഇങ്ങനൊരു ചർച്ച നടക്കുന്ന കാര്യത്തിൽ, തങ്ങൾക്കറിവില്ല. പക്ഷെ അമേരിക്ക പറയുന്നു ഇസ്രയേലിന്റെയും ലബനോന്റെയും പ്രതിനിധികൾ അമേരിക്കയിൽ ചർച്ച നടത്തുന്നു എന്നുള്ളത്. ലബനോൻ ഇത്തരം ചർച്ചകളിൽ യാതൊരു അറിവുമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ചർച്ചകൾ നടക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമുക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. ഇതിനിടെ പാകിസ്ഥാൻ മീഡിയേഷൻ ടോക്സ് പുനരാരംഭിക്കുന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധയോടെ പല പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ടെഹ്റാനിൽ നേരിട്ടെത്തി ടെഹ്റാന്റെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുമായി സംഭാഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളടക്കം ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. ചർച്ചകൾക്കുള്ള മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ചർച്ചാ ടേബിളിലേക്ക് ഇറാനെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ തന്നെയായിരിക്കും ഇതിലെ പ്രധാന അജണ്ട എന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്. വളരെ സ്നേഹത്തോടു കൂടി അബ്ബാസ് അറാഖ്ചി അസിം മുനീറിനെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളാണ് അബ്ബാസ് അറാഖ്ചി തന്നെ പങ്കുവച്ചിരിക്കുന്നത്. ഇതിനിടെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ജദ്ദയിലെത്തി സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി. മേഖലയിലെ വിഷയങ്ങൾ ലഘൂകരിക്കാൻ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മധ്യസ്ഥ ശ്രമങ്ങളെ സൗദി കിരീടാവകാശി പുകഴ്ത്തുകയുണ്ടായി. ശ്രമങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നതും നമുക്കിന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഈ ചർച്ചാ ടേബിളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നതിനിടെ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വീണ്ടും ശാന്തതയുടെ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ജീവിതം കുറച്ചുകൂടി സാധാരണ നിലയിലേക്ക് വരുന്നതാണ് നമുക്ക് പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ UAE സ്കൂളുകൾ വീണ്ടും ബാക്ക് ടു നോർമലിലേക്ക് പതിയെ ചുവടുവെക്കുന്നതാണ്. ഏപ്രിൽ 20 ഇൻ പേഴ്സൺ ലേണിംഗ്, നേരിട്ടുള്ള അധ്യയനം സ്കൂളുകൾ ആരംഭിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ശാന്തമായ സാഹചര്യത്തിലേക്ക് രാജ്യം തിരിച്ചു വരുന്നു എന്നുള്ളത് ആശ്വാസത്തിന്റെ കാര്യം തന്നെയാണ്. എന്തായാലും ചർച്ചയല്ലാതെ മറ്റൊരു പരിഹാരവും മേഖലയിലില്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഡിപ്ലോമസി ചാനലുകൾ തന്നെ വീണ്ടും ആക്റ്റീവ് ആവട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ ഇന്നും നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ലോകരാജ്യങ്ങൾ പ്രധാനമായി ആഹ്വാനം ചെയ്യുന്നതും ചർച്ചകൾക്ക് വേണ്ടി തന്നെയാണ്.